ഡിജിമാർക്ക് അക്കാഡമിയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കോപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻ 2024 ആണ്. 2024 നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലേക്ക് ഇത് അപ്ലൈ ചെയ്യാനൊക്കെ പോകുമ്പോൾ എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യം തന്നെ പറയാൻ പോകുന്നത് അബൌട്ട് ദി ഫ്യൂച്ചറാണ്. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യാനായിട്ട് പോകുമ്പോൾ പുതിയ കമ്പനികളും അല്ലെങ്കിൽ പഠിക്കുന്ന ആളുകളും ഏറ്റവും പുതിയ മെത്തേഡുകൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. അതായത് AI ഉപയോഗിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മെത്തേഡിൽ പുതിയതായി വരുന്ന മാറ്റങ്ങളെല്ലാം നിങ്ങളുടെ ബിസിനസ്സിലേക്ക് അഡാപ്റ്റ് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എഫക്റ്റീവ് ആവുന്നത്. ഇപ്പോൾ 2020 2021 ഒക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന മാർക്കറ്റിംഗ് മെത്തേഡ് തന്നെ വീണ്ടും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ സ്ലോലി നിങ്ങളുടെ ബിസിനസ് ഡൗൺ ആയി പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഒരു അപ്ഡേഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ പുതിയ ടൂളുകൾ മാർക്കറ്റിൽ വരുന്നു, എനിക്കിതിൻ്റെ ആവശ്യമില്ല, ഞാനിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊന്നും വിചാരിക്കരുത്. കാരണം പിന്നീട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്, ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയേഴ്സിൻ്റെ ഭാഗം നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന ഓരോ സ്റ്റുഡൻസും, അതല്ലെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ടാകും പല സ്ഥാപനങ്ങളിലും. നിങ്ങൾ ഏറ്റവും പുതിയ ടൂൾസ് യൂസ് ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം, അതിൻ്റെ യൂസ് കേസുകൾ വൃത്തിയായിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഏതെങ്കിലും പുതിയ ടൂളുകളെ ഭാവിയിൽ ഫേസ്ബുക്കോ ഗൂഗിളോ ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ ഏറ്റെടുത്ത് അതിലൂടെ ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് പോകുമ്പോൾ പിന്നീട് നമുക്ക് പലതും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അതിനൊരു ഉദാഹരണമാണ് വാട്സാപ്പ് API സിസ്റ്റം തന്നെ. ഇന്ന് ഫേസ്ബുക്കിലൂടെ തന്നെ വാട്സാപ്പ് API കണക്ട് ചെയ്തിട്ടുള്ള പേജുകളുണ്ട്. അതിലൂടെ തന്നെ എൻക്വയറീസ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഫേസ്ബുക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. പണ്ട് വാട്സാപ്പ് സെപ്പറേറ്റ് ആയിരുന്നു നിന്നിരുന്നത്. പിന്നീട് ഫേസ്ബുക്ക് വാട്സാപ്പിനെ ഏറ്റെടുക്കുകയും അവരുടെ ടോട്ടൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വാട്സാപ്പിനെയും കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇത് പിന്നീട് വാട്സാപ്പ് മാർക്കറ്റിങ്ങിൽ ഒരുപാട് യൂസ്ഫുൾ ആവുകയും ചെയ്തു. ഈ സമയത്ത് ഒരു മാർക്കറ്റർക്ക് വാട്സാപ്പ് മാർക്കറ്റിംഗ് എങ്ങനെയാണെന്നോ വാട്സാപ്പ് API സിസ്റ്റം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നോ ഇതിൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ്സ് ഏതാണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ടൂൾസ് ഏതൊക്കെയാണെന്നോ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് രീതി ശരിയല്ലാത്ത രീതിയിലായിരിക്കും പോകുന്നത്. 2024 എടുത്തു പറയേണ്ട ഒരു കാര്യം വീഡിയോ മാർക്കറ്റിംഗ് വിൽ ബി ദ കിങ് എന്നുള്ളത് തന്നെയാണ്. കാരണം വീഡിയോസിലൂടെയാണ് ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതലും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. വീഡിയോസിലൂടെ മനസ്സിലാക്കിയെടുത്ത കാര്യത്തിൻ്റെ റിസർച്ചസിന് വേണ്ടി മാത്രമാണ് പലരും കണ്ടന്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബ്ലോഗുകൾ വായിക്കുന്നത്. അപ്പോൾ വീഡിയോ മാർക്കറ്റിംഗിലായിരിക്കും ആദ്യം നിങ്ങളുടെ കസ്റ്റമേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യൂവേഴ്സ് എത്തിച്ചേരുക. അതിലൂടെയാണ് നിങ്ങളുടെ മറ്റ് സെക്ടറിലേക്ക് ആളുകൾ എത്തുക. വീഡിയോ മാർക്കറ്റിംഗിൻ്റെ തന്നെ പല ഫോർമാറ്റുകൾ ഓരോ പ്ലാറ്റ്ഫോമുകളും കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു. ഇൻസ്റ്റഗ്രാമിലുള്ള റേഷ്യോസ് പോലെ ആയിരിക്കത്തില്ല യൂട്യൂബിലുള്ള റേഷ്യോസ്. രണ്ട് പ്ലാറ്റ്ഫോമും ഒരേപോലെയുള്ള റേഷ്യോസ് അല്ല കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ നമുക്ക് 16:9 ഫോർമാറ്റും ഉണ്ട്, അതേപോലെ തന്നെ യൂട്യൂബ് ഷോർട്സ് ഫോർമാറ്റും ഉണ്ട്. ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് യൂട്യൂബ് 9:16 എന്ന് പറയുന്ന ഫോർമാറ്റാണ് കൂടുതലും എല്ലാവരും അഡാപ്റ്റ് ചെയ്യുന്നത്. എന്നാൽ മറിച്ച് ഫേസ്ബുക്കിലേക്ക് വരുമ്പോൾ 1:1 ഫോർമാറ്റും അതുപോലെ തന്നെ 4:5 ഫോർമാറ്റിലും ഒക്കെ വീഡിയോസ് ഇപ്പം ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ പല പ്ലാറ്റ്ഫോമിലും പല രീതിയിൽ കസ്റ്റമേഴ്സ് അവരുടെ കണ്ടന്റുകൾ ഡെലിവറി ചെയ്യാനായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമാണ് ആ പ്ലാറ്റ്ഫോം അവരുടെ കണ്ടന്റുകളെ നല്ല രീതിയിൽ എല്ലാ ഏരിയയിലേക്കും അല്ലെങ്കിൽ എല്ലാ ഓഡിയൻസിലേക്കും അത് സ്പ്രെഡ് ചെയ്യുക. കാരണം ഓരോ പ്ലാറ്റ്ഫോമിൻ്റെയും രീതികൾക്കനുസരിച്ച് നിങ്ങളുടെ ബിസിനസ് കണ്ടന്റ്സ് ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും വീഡിയോ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് എഫക്റ്റീവ് ആകുക. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോ മാർക്കറ്റിങ്ങിൽ യൂട്യൂബിന് വേണ്ടി ഒരു വീഡിയോ എടുക്കുകയും ആ വീഡിയോ തന്നെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക, ആ വീഡിയോ തന്നെ മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും അപ്ലോഡ് ചെയ്യുന്നു. അതിൻ്റെ റേഷ്യോസിൽ ചേഞ്ചസ് വരുത്തുന്നില്ല. വീഡിയോ മാർക്കറ്റിംഗ് എന്ന് അവർ പറയുമ്പോൾ എല്ലാ പ്ലാറ്റ്ഫോമുകളും പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവർ പറയുന്ന റേഷ്യോയിലായിരിക്കണം. അവരുദ്ദേശിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ 1 മിനിറ്റ് വീഡിയോയിൽ പറയുന്ന പോലെ ആയിരിക്കത്തില്ല ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോങ് ഫോം കണ്ടന്റിൽ പറയുന്നത്. ലോങ് ഫോം കണ്ടന്റുകളിൽ പറയേണ്ട രീതികളും 1 മിനിറ്റ് കണ്ടന്റുകളിൽ പറയേണ്ട രീതികളും വ്യത്യാസമാണ്. ഇതെല്ലാം മനസ്സിലാക്കി വീഡിയോ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോ മാർക്കറ്റിംഗ് എഫക്റ്റീവ് ആവുകയും വീഡിയോ മാർക്കറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ് ജനറേറ്റ് ആവുകയും ചെയ്യും. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിരിക്കും ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് തന്നെ 2 രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. സ്വന്തമായി അവരവരുടെ ബ്രാൻഡായി മാറുന്നു. അതായത് ഒരു ബിസിനസ്സിൻ്റെ ബ്രാൻഡായി അവർ തന്നെ അതിനെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അവരുടെ ബ്രാൻഡിൻ്റെ ഇൻഫ്ലുവൻസർ അവർ തന്നെ ആകുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് ബ്രാൻഡുകളുടെയും CEOമാരോ അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സും ഒക്കെ അവരുടെ പേരിലുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച യൂട്യൂബ് ചാനലുകളും ഫേസ്ബുക്ക് പേജുകളും അതിലൂടെ അവരുടെ വീഡിയോസും അവരുടെ കസ്റ്റമർ ജേർണീസും അതല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസും എല്ലാം പബ്ലിഷ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് അവർ വീഡിയോയിലൂടെ ചെയ്യുന്നത്? അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. ലക്ഷക്കണക്കിനും അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള പല ബിസിനസ്
ബിസിനസ് ബ്രാൻഡുകൾ പോലും ഇന്ന് സ്വന്തം ബ്രാൻഡിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി വീഡിയോ മാർക്കറ്റിങ്ങിന് വേണ്ടി ഇത് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനു വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്? അതായത് പേഴ്സണൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒരു വലിയ പവറാണ്. ഇതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മറ്റുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഓരോ സെക്ടറിലും ഓരോ റീജിയണിലും നമുക്ക് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഇൻഫ്ലുവൻസേഴ്സ് പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ഓഡിയൻസ് ബേസിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് അവർക്ക് വേണ്ടുന്ന പേയ്മെൻറ്റ് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. ഓരോ ഇൻഫ്ലുവൻസേഴ്സിനും പല രീതിയിലുള്ള പേയ്മെൻ്റ് ഉണ്ട്. അതിന് ഏറ്റവും ബെറ്റർ സജഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും 1-2 ഇൻഫ്ലുവൻസേഴ്സുമായിട്ട് ഒരു ലോങ് ടേം റിലേഷൻ നിങ്ങൾ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പല ബ്രാൻഡുകളുമായിട്ട് ലോങ് ടേം റിലേഷൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അവർ ഒരു വർഷത്തേക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 3 മാസത്തേക്കോ ഒരു ക്വാർട്ടറിലെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടി എന്നെ സമീപിക്കാറുമുണ്ട് എൻ്റെ പേഴ്സണൽ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ ഇങ്ങനെ അവർ എന്തിനു ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഓഡിയൻസ് ബേസിലൂടെ അവർക്ക് റെഗുലർ ആയിട്ടൊരു കസ്റ്റമർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ബേസ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ബ്രാൻഡിന് വേണ്ടി നിങ്ങൾ ഫൈൻഡ് ചെയ്യുന്ന ഇൻഫ്ലുവൻസർ ആരാണ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തമായി ഒരു ഇൻഫ്ലുവൻസറായി മാറുകയോ ചെയ്യണം. ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയറിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിലെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നവരോ ആണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു പോയിന്റ് നിങ്ങൾ പ്രത്യേകം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങളുടെ കമ്പനി ഓണേഴ്സിനെ എപ്പോഴും പെയ്ഡ് ആഡ്സിലേക്ക് മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗിന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കണം. 2024 വരാൻ പോകുന്ന മറ്റു ചില മാറ്റങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ARഉം VRഉം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റാർബക്സും അതുപോലെ തന്നെ വോക്സ് വാഗണും ഒക്കെ ഇപ്പോൾ തന്നെ AR എക്സ്പീരിയൻസും VR എക്സ്പീരിയൻസും ഒക്കെ അവരുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, അവരുടെ ബ്രാൻഡിന് വേണ്ടിയുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഡെലിവറി ചെയ്യാനും കുറച്ചുകൂടെ കൺവേർഷൻസ് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയാണ് AR ആൻഡ് VR എക്സ്പീരിയൻസ് ഒക്കെ കൊടുക്കുന്നത്. ഭാവിയിൽ ഇത് എല്ലാവർക്കും ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള പല പ്ലാറ്റ്ഫോമുകളും കുറെ കൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് വരികയും ചെയ്യും. ആ സമയത്തൊക്കെ നിങ്ങളുടെ ബ്രാൻഡും ഇതിനെയൊക്കെ അഡാപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ മറ്റ് തലങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നെ പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കോപ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻട്രാക്റ്റീവ് കണ്ടന്റുകൾ എന്നുള്ളത്. നിങ്ങൾ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻട്രാക്റ്റീവ് കണ്ടന്റുകൾ, അതായത് ഡിജിമാർക്കിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാലോ അവിടെ ഇൻട്രാക്ഷൻസിലുള്ള ചാറ്റ് സിസ്റ്റമാണ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ടൂൾസൊക്കെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് അഡാപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വാട്സാപ്പ് API സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കുന്നുണ്ടാവും. ബട്ടൺ ക്ലിക്സ് ഒക്കെ ഒരുപാട് നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടാവും. ഈ ബട്ടൺ ക്ലിക്സിലൂടെ തന്നെ ഇൻട്രാക്റ്റീവ് ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ തന്നെ അവരുടെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നു. നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ കസ്റ്റമറുടെ ആവശ്യം മനസ്സിലാക്കി അത് ഡെലിവറി ചെയ്യാനും സാധിക്കുന്നു. അത് ഓരോ പ്ലാറ്റ്ഫോമിലും ഓരോ രീതിയിലാണ്. കസ്റ്റമർ ഒരു സൈഡിലൂടെ മാത്രമായിരിക്കില്ല നമ്മളിലേക്ക് വരുന്നത്. കസ്റ്റമർ വരുന്നത് പല വഴിയിലൂടെ ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് വഴിയായിരിക്കും, നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ചാറ്റ്സ് വഴിയായിരിക്കും, ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയിൽ ഒരു DM ചെയ്തിട്ടായിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലുള്ള ചാറ്റ് ബോട്ട് വഴിയായിരിക്കും. ഏത് വഴി നിങ്ങൾ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഇൻട്രാക്റ്റീവ് ഓപ്ഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകളും അതല്ലെങ്കിൽ ലിങ്ക്ഡിനിലും ഒക്കെ മാർക്കറ്റ് ചെയ്യുന്നവർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോൾസും സർവേസും ഒക്കെ അവൈലബിൾ ആണ്. ഇതിനെല്ലാം നമ്മൾ ഇൻട്രാക്റ്റീവ് കണ്ടന്റുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻട്രാക്റ്റീവ് കണ്ടന്റുകൾ ഡെലിവറി ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് വേണ്ടുന്ന ടൂളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടൂളുകൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് അഡാപ്റ്റ് ചെയ്യുക. അപ്പം സ്കോപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ ഒന്നും നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് പോകാനായിട്ട് സാധിക്കത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. നമ്മൾ ഇന്ന് പറഞ്ഞതിൽ തന്നെ ഒരുപാട് ന്യൂ ഇന്നോവേഷൻസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ന്യൂ ഇന്നോവേഷൻസ് ഒക്കെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എത്രത്തോളം നിങ്ങൾ ശ്രമിക്കുന്നു, ഏതൊക്കെ ടൂൾസിനെ നിങ്ങൾ അഡാപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നു, അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിലെ മാറ്റങ്ങൾ ഉണ്ടാവുക. ഇതിനകത്ത് AIയുടെ റോളിനെ പറ്റി സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. AI റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ചെയ്യാൻ സാധിക്കും, ഏതൊക്കെ ടൂൾസിനെ നമുക്ക് അഡാപ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിനെപ്പറ്റിയൊക്കെയുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഡിജിറ്റൽ മാർക്കറ്റിംഗിൻ്റെ ഏറ്റവും പുതിയ രീതിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും വളരെ ഇന്നോവേറ്റീവായിട്ടും ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ടൂൾസിനെ പറ്റിയും ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിജിമാർക്ക് അക്കാഡമിയെ ഫോളോ ചെയ്യുക. Till then, bye. Subin Yusuf.